ഇടുക്കി മൂന്നാർ ടൗണിൽ ആറോ ജംഗ്ഷൻ ഭാഗത്തെ പാലത്തിൽ പൊതുമരാമത്ത് വകുപ്പ് ഒരാഴ്ച മുൻപ് നടത്തിയ അറ്റകുറ്റപ്പണികൾ പ്രഹസനമായി. കോൺക്രീറ്റ് ചെയ്ത് അടച്ച പാലത്തിലെ കുഴികൾ വീണ്ടും പഴയപടിയായി. ഇതോടെ പാലത്തിൽ ഗതാഗത കുരുക്ക് രൂക്ഷമാണ്. പാലത്തിൽ രൂപപ്പെട്ട് കിടന്ന വൻകുഴിയിൽ വീണ ഇരുചക്രവാഹനങ്ങൾ ഉൾപ്പെടെ അപകടത്തിൽപ്പെടുന്നത് പതിവായതോടെ പാലം വലിയ അപകട ഭീഷണിയാണെന്ന് കേരള വിഷൻ ന്യൂസ് വാർത്ത പുറത്തുവിട്ടിരുന്നു. തുടർന്ന് പോലീസ് ഇടപെട്ട് ഇതുവഴിയുള്ള ഗതാഗതം നിർത്തിയ ശേഷം അറ്റകുറ്റപ്പണികൾ നടത്താൻ പൊതുമരാമത്ത് വകുപ്പിന് നിർദ്ദേശം നൽകി. ഇതേ തുടർന്ന് കഴിഞ്ഞ 19-ന് പാലത്തിലെ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു. കുഴികൾ കോൺക്രീറ്റ് ചെയ്ത ദിവസങ്ങൾക്ക് ശേഷമാണ് പാലം ഗതാഗതത്തിനായി വീണ്ടും തുറന്നു കൊടുത്തത്. എന്നാൽ കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയിൽ കോൺക്രീറ്റ് മുഴുവൻ ഇളകി വീണ്ടും കുഴിയായി. ഇതോടെ പൊതുമരാമത്ത് വകുപ്പിനെതിരെ പ്രതിഷേധം ശക്തമായി. കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് പ്രഹസനമെന്ന നിലയിൽ PWD അധികൃതർ 5-6 ദിവസം പാലം ബ്ലോക്ക് ചെയ്തുകൊണ്ട് അതിലെ അറ്റകുറ്റപ്പണികൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ 2 വണ്ടികൾ കയറി 2 ദിവസം ആകുമ്പോഴേക്കും ആ തകർന്ന ഭാഗങ്ങൾ വീണ്ടും തകരുകയും യാത്ര ചെയ്യുവാൻ വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അവസ്ഥയുമാണ് ഉള്ളത്. യഥാർത്ഥത്തിൽ PWDയുടെയും സർക്കാരിനെയും തികഞ്ഞ അനാസ്ഥയാണ്. വീണ്ടും കുഴി രൂപം കൊണ്ടതോടെ പാലത്തിൽ ഗതാഗതക്കുരുക്കുണ്ടാകുന്നതിനും ഇരുചക്രവാഹന യാത്രികർ അപകടത്തിൽപ്പെടാനുള്ള സാധ്യതയും ഏറെയാണ്. ഓണത്തോടനുബന്ധിച്ച് തിരക്കേറും മുമ്പേ കുറ്റമറ്റ രീതിയിൽ പാലത്തിലെ കുഴികൾ അടയ്ക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.